ശബരിമല സുവർണക്കൊള്ളക്കേസ് അട്ടിമറിക്കാനും അന്വേഷണ വിവരങ്ങൾ ചോർത്താനും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ അണിയറയിൽ അതീവ ഗുരുതരമായ നീക്കങ്ങൾ നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേസിലെ മുഖ്യപ്രതിയായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ കെ.ബി. പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച മുഖ്യമന്ത്രിയുടെ നടപടി കള്ളന് താക്കോലേൽപ്പിച്ചതിന് തുല്യമാണെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. വൻ വിവാദത്തെ തുടർന്ന് പ്രദീപ് രാജിവെച്ചതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാക്കില്ലെന്നും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേസിന്റെ ഏതെല്ലാം രഹസ്യ ഫയലുകളാണ് സതീശൻ തന്റെ വിശ്വസ്തനായ അഭിഭാഷകന് ചോർത്തി നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നും AKG സെന്ററിൽ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനി സ്വർണം പൂശിയ ചെമ്പ് പാളികൾ നൽകി തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തി പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത കേസാണിത്. കോടതിയിൽ പ്രതികൾക്കായി വാദിച്ച അഭിഭാഷകനെ തന്നെയാണ് സതീശൻ സർക്കാർ ദേവസ്വത്തിന്റെ പ്ലീഡറാക്കിയത്. അഡ്വക്കേറ്റ് ജനറലിന്റെ ശുപാർശയോ നിയമന വകുപ്പിന്റെ പരിശോധനയോ ഇല്ലാതെ, രാഷ്ട്രീയ കൂടിയാലോചനകൾ പോലുമില്ലാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ടാണ് ഈ വിവാദ നിയമനം നടത്തിയത്. നിയമനം താൻ അറിഞ്ഞുകൊണ്ടല്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ തന്നെ കൈമലർത്തുമ്പോൾ സതീശന്റെ ഈ അനാവശ്യ ധൃതിക്ക് പിന്നിലെ നിഗൂഢ താല്പര്യം എന്താണെന്ന് വ്യക്തമാണ്. പ്രദീപ് ചുമതലയിലിരുന്ന ചുരുങ്ങിയ ദിവസങ്ങളിൽ ദേവസ്വം വകുപ്പിന്റെയും SITയുടെയും കൈവശമുള്ള നിർണായക വിവരങ്ങൾ പ്രതിഭാഗത്തിന് ചോർന്നോ എന്ന് അടിയന്തരമായി അന്വേഷിക്കണമെന്നും പിണറായി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് വി.ഡി. സതീശൻ മംഗളൂരുവിലേക്ക് നടത്തിയ രഹസ്യയാത്രയെക്കുറിച്ചും പിണറായി വിജയൻ കടുത്ത ചോദ്യങ്ങൾ ഉയർത്തി. ശബരിമല കേസിലെ പ്രതികളുമായി ബന്ധമുള്ള ചോദ്യം ചെയ്യപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് അന്ന് സതീശന്റെ കൂടെ ആ യാത്രയിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ ഇടനിലക്കാരനായതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കോൺഗ്രസ് നേതാക്കളെ കാണാനാണ് പോയതെന്ന സാങ്കേതിക ന്യായം പറഞ്ഞ് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞു നൽകാത്ത വി.ഡി. സതീശന്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെതിരെയും പിണറായി വിജയൻ പരസ്യമായി അതൃപ്തി രേഖപ്പെടുത്തി. താൻ ജനാധിപത്യ മര്യാദ മുൻനിർത്തി ക്ലിഫ് ഹൌസ് അതിവേഗം ഒഴിഞ്ഞു കൊടുത്തിട്ടും സതീശൻ കന്റോൺമെന്റ് ഹൌസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. തനിക്ക് താൽക്കാലിക വാടക വീട്ടിലും AKG സെന്ററിലും ഇരുന്ന് വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നത് സതീശന്റെ രാഷ്ട്രീയ മാന്യത ഇല്ലായ്മ കൊണ്ടാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറാതെ കന്റോൺമെന്റ് ഹൌസിൽ തന്നെ തുടരുന്നതിന് പിന്നിൽ കടുത്ത രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് CPM നേതാവ് M. സ്വരാജും ആരോപിച്ചു. ക്ലിഫ് ഹൌസിൽ അറ്റകുറ്റപ്പണി നടക്കുന്നു എന്നതൊരു പുകമറ മാത്രമാണ്. കഴിഞ്ഞ LDF ഭരണകാലത്തെ ഫയലുകളോ രേഖകളോ തിരയാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ക്ലിഫ് ഹൌസിൽ രഹസ്യ പരിശോധന നടത്താൻ സൗകര്യമൊരുക്കാനാണ് സതീശൻ ബോധപൂർവം മാറി നിൽക്കുന്നതെന്നും സ്വരാജ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കനത്ത തിരിച്ചടി നേരിടുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സുവർണക്കൊള്ളക്കേസ് അട്ടിമറിക്കാനും പ്രതിപക്ഷ നേതാവിന് വസതി നിഷേധിക്കാനും നടത്തുന്ന ഈ അധികാര ദുർവിനിയോഗങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷം നൽകുന്നത്.